ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞിയെ കാണാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാ കേട്ടോ. ചേച്ചി, നന്ദന, അലൻ, അൻലിയേട്ടൻ. ഞങ്ങളെ കുഞ്ഞിയുടെ കട്ട ഫാൻസ് ആണ്. നന്ദന ചേച്ചി ആണെങ്കിൽ അവധിക്ക് വന്നപ്പോ തൊട്ട് കുഞ്ഞിയെ കാണണം എന്ന് പറഞ്ഞോണ്ട് വീഡിയോ ഉണ്ട്. കുഞ്ഞിയുടെ കള്ളത്തരങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. നന്ദന ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞിയുടെ ഞൊടുക്കുകാലകളാണ്. അതെ അതെ അതെ, ജോർജിയയിലാണ്. അവരവധിക്ക് വന്നപ്പോ തൊട്ട് കുഞ്ഞിയെ കാണണമെന്നും പറഞ്ഞു പോകുന്നതാണ്. കുഞ്ഞിയെ കാണാൻ തന്നെയല്ല, എല്ലാരും കാണണം. പോപ്പിയുടെ എല്ലാരെയും നമ്മളിങ്ങനെ ദിവസം കണ്ടോണ്ടിരിക്കുന്നതാണ്. അതെ, ദിവസം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ നേരിട്ട് കാണുമ്പോ ഒരു പ്രത്യേക പിന്നെ അമ്മയുടെ കുറെ ടിപ്സും ഒക്കെ കിട്ടാനായിട്ട്. പറയണോ, ഓതന്റിക്. വീഡിയോ കണ്ട കാര്യം നേരിട്ട് കാണുകയും അല്ലെങ്കിൽ അത് അനുഭവിക്കുകയും ചെയ്ത പറഞ്ഞാൽ ഒരു പ്രത്യേക ഭാഗ്യമാണ്. അമ്മയുടെ ഫുഡ് കഴിക്കണമെന്ന് വളരെ കൊതിയുണ്ടായിരുന്നു. എന്റെ അമ്മയുടെ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക്, അതും പഴയ കഞ്ഞിയും. അതെ അതെ, കമ്പെല്ലാം പോയി കറങ്ങി ഞങ്ങള് കറങ്ങി തിരിഞ്ഞ്. അതെ 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 അതെ. അങ്ങനെ ഞാനും ചേട്ടാച്ചനും കൂടെ അവരെ കൊണ്ട് മുന്തിരിപ്പാടത്തൊക്കെ വന്ന് അവരെ മുന്തിരിപ്പാടമൊക്കെ കാണിച്ചോണ്ടിരിക്കുക. അച്ഛയമ്മ അച്ഛമ്മച്ചി ഒന്നും വന്നില്ല, അവരെല്ലാം വീട്ടിൽ ഇരുന്നു. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു മുന്തിരിപ്പാടമൊക്കെ. ഇപ്പൊ ഓണം വെക്കേഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര തിരക്കും, കുറെ മലയാളികളൊക്കെയാ. പിന്നെ മുന്തിരിയും ഉണ്ട് നല്ലപോലെ, കുറെ മുന്തിരിയും കുറെ ആൾക്കാരും എല്ലാം ഉണ്ട് ഇവിടെ ഇപ്പം. അത് കഴിഞ്ഞ് ഞങ്ങള് സുരുളി വാട്ടർഫാൾസിലോട്ടാ പോയെ. ഇവിടെ നിറച്ച് കുരങ്ങന്മാരും ഒക്കെ ആയിരുന്നു. ഇവിടെ കുറെ ദൂരം നടക്കാനൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ ബസ് ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങോട്ട് ബസ്സില്ല. പിന്നെ കുറെ മൃഗങ്ങളും. മഴയൊന്നും പെയ്തില്ല കേട്ടോ, നല്ല വെയിലായിരുന്നു ഇന്ന് വന്നപ്പം. പിന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് ആളില്ലായിരുന്നു. അവിടെ ആളുണ്ടെങ്കിലും കുളിക്കാൻ ആള് കുറവായിരുന്നു എന്നത്തെക്കാട്ടിലും. വെള്ളമൊക്കെ താഴത്തെ തോട്ടിലോട്ട് ഒഴുകി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ എത്തി 2 ദിവസത്തോളം ഇവിടെ നന്നായിട്ട് ചിലവഴിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല താമസമായിരുന്നു, നല്ല കാലാവസ്ഥയും അതിന് അനുകൂലമായിരുന്നു. എന്തായാലും എല്ലാവരുടെയും കൂടെ, പിള്ളേരുടെ കൂടെ നമ്മൾ കമ്പത്തും സുരുളി വെള്ളച്ചാട്ടം അങ്ങനെ കുറേ ഒന്ന് കറങ്ങി. മുന്തിരിത്തോട്ടത്തിൽ പോയി കുഞ്ഞ് എല്ലാം പറഞ്ഞു തന്നു. അവർ ഗൈഡ് പോലെയാണ് അവർ വർക്ക് ചെയ്തത്. അതെ അതെ അതെ, അമ്മയുടെ ഫുഡ് നല്ല രസമായിരുന്നു. അത് ശരിക്കും ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. പഴയങ്കഞ്ഞി ഉൾപ്പെടെ ഉള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതെ അതെ, ടേസ്റ്റും അതെ, അതൊന്നും മറക്കത്തില്ല അത്ര. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പോകാനുള്ളൊരു തയ്യാറെടുപ്പ് നിൽക്കുന്നു. എല്ലാം അതെ അതെ, ഇനിയും നമ്മൾ അതെ അതെ. അപ്പോൾ ഇവര് അതെ അതെ അതെ, ഇവിടെ നല്ല സഹനശക്തി ഉള്ളവരാ. അപ്പൊ എല്ലാം കൊണ്ട് എല്ലാം നല്ലായിരുന്നു. വന്നിട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓരോ ബന്ധങ്ങളാകുന്നു. അതെ എല്ലാവർക്കും നിങ്ങൾ ഇനി തിരിച്ച് ജോർജിയക്ക് എന്നാ ഇനിയുണ്ടോ? ഒരു മാസം ഉണ്ടോ? സെപ്റ്റംബർ ലാസ്റ്റ്. അപ്പോൾ നല്ലൊരു ജേർണി ആശംസിക്കുന്നു. അതെ, ഹാപ്പി ജേർണി. ഓക്കെ, എല്ലാവർക്കും ഓണം ആശംസകൾ. ഗിഫ്റ്റ് കൊണ്ടുവന്നായിരുന്നു. താങ്ക് യു. അത് കണ്ടാ പ്ലാസ്റ്റിക് ആണെന്നല്ലോ അതെ അതെ അതാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാലാവസ്ഥയിലാണ് നന്നായിട്ട് വളരുന്നത്. എനിക്കൊന്ന് അല്ലാത്ത സ്ഥലത്ത് ഇത്രയും ശോഭിക്കണമെന്നില്ല. ഞങ്ങളെ അപ്പുറത്തായിരുന്നപ്പോ ഞങ്ങളുടെ മിറ്റം നിറയെ ചെടിയായിരുന്നു. ശരി ശരി, ഓക്കെ. അപ്പോൾ എല്ലാ ആശംസകളും, ഓണാശംസകൾ പ്രത്യേകിച്ചും. എനിക്ക് ബിന്ദു ചേച്ചി വാങ്ങിച്ചോണ്ട് വന്നതാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ
ആദ്യമായിട്ടാ ഇങ്ങനെ ഒരാള് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ ചെടിയും പൂക്കളൊക്കെ കണ്ടു കഴിയുമ്പോ കമ്പൊക്കെ ചോദിച്ചു വാങ്ങിക്കും. ഇതിപ്പോ കൊണ്ടുതന്നല്ലോ അല്ലേ? കൊണ്ടുതന്ന് നല്ല അടിപൊളി പൂ കേട്ടോ. അടിപൊളി പൂ, നല്ല കളറും. പ്ലാസ്റ്റിക് ആണേ തോന്നത്തുള്ളൂ, പക്ഷെ പ്ലാസ്റ്റിക് അല്ല. അല്ല, എനിക്ക് പക്ഷെ ഇതിപ്പോ വെളിയിൽ വെക്കാനും തോന്നുന്നില്ല. അകത്തോണ്ട് വെക്കാനും തോന്നുന്നില്ല അല്ലേ? അതിന്റെ ഭംഗി അങ്ങ് ആസ്വദിച്ചു പോയെന്ന് തോന്നുന്നു. എന്നാ രസം. വേറെ കുറച്ച് പൂ കൂടെ കുറച്ച് തോന്നുന്നുണ്ട്. പൂക്കളും കൂടെ ഉണ്ട്. ഞാനത് മേശപ്പുറത്ത് വെച്ചത്. പാപ്പാൻ ആന കൊണ്ട് കൊടുത്തോളാം. ഇത് കൊള്ളാലോ. ഇതാണോ? ഇത് കണ്ടോ? പ്ലാസ്റ്റിക് ഇത് പ്ലാസ്റ്റിക് ആണേ തോന്നുള്ളേ. തൊട്ട് നോക്കണം ഇതില്. അത് ഇത് ഒറിജിനൽ ഒറിജിനൽ പൂവാ ഇത്. ഒറിജിനൽ പൂവാ, പക്ഷെ പ്ലാസ്റ്റിക് ആന്നേ തൊട്ട് തോന്നുന്നു അല്ലേ? നോക്കി ഇതില് പേപ്പർ പോലെ. പേപ്പർ നമ്മൾ കട്ടിയുള്ള പേപ്പർ തൊടുന്ന പോലെ തന്നെ. കൊള്ളാല്ലേ? ഇത് കൊറേ നാൾ ഇങ്ങനെ നിക്കുമെന്നാ പറഞ്ഞേ. അതെ 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 അതെ. വെള്ളമില്ലാതെ. കുഞ്ഞിക്കേതായാലും ഇന്നലത്തെ അവരുടെ കൂടെയുള്ള പോക്കും കറക്കും എല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് പിന്നെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ലല്ലോ. എനിക്ക് ജോർജിയന്ന് കുറെ ക്യാൻഡി അതൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ആണോ? കൊള്ളായിരുന്നല്ലേ? കുഞ്ഞെ അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമാ, കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ അങ്ങനെ വന്ന് ജസ്റ്റ് അങ്ങനെ ഓർത്തുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ അല്ലേ പോയപ്പോ ഭയങ്കര സങ്കടം. അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. ആണോ? പൂജാവധിക്കല്ലേ. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.